ഭഗവാൻ ആ ധ്യാന രീതി തുടരുകയാണ്. ഇനി ആ ധ്യാനം ഒന്നും കൂടി സൂക്ഷ്മമാക്കാൻ പോവുകയാണ്. ആദ്യം നമ്മൾ ശരീരത്തെ നിശ്ചലമാക്കി ഇരുന്നു, ശ്വാസോച്ഛ്വാസത്തെ ക്രമീകരിച്ചു, മനസ്സിനെ ഒരിടത്ത് കേന്ദ്രീകരിക്കാൻ ശ്രദ്ധിച്ചു. മനസ്സ് ഏകദേശം ചിന്താരഹിതവും നിശ്ചലവുമായി തുടങ്ങിയപ്പം നമ്മൾ ഭഗവാന്റെ രൂപത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇനി അതിനെ ഒന്നും കൂടി റിഫൈൻ ചെയ്യാൻ പോവുകയാണ്. ആ ധ്യാനത്തെ ഒന്നും കൂടി സൂക്ഷ്മമാക്കാൻ പോവുകയാണ്. ഇത് ശാസ്ത്രമാണ്. അപ്പോൾ അവിടെ ഒന്ന് കഴിഞ്ഞാൽ അടുത്തത്. ഇത് നമുക്ക് ചെയ്യാൻ സാധിക്കും. പരിശ്രമം വേണമെന്ന് മാത്രമേ ഉള്ളൂ. പരിശ്രമിച്ചാൽ ഇത് ആർക്കും സാധ്യമാകുന്നതാണ്. അപ്പം അങ്ങനെ മനസ്സിനെ പിന്നെ അടുത്ത നെക്സ്റ്റ് സ്റ്റേജിലേക്ക് റിഫൈൻ ചെയ്യാൻ പോവുകയാണ്. പൂർണ്ണാവയവ സംയുതനായ ഭഗവാന്റെ സ്വരൂപത്തിൽ മനസ്സ് ദൃഢമായി ഉറപ്പിച്ചു എന്ന് കണ്ടാൽ, മനസ്സ് പൂർണ്ണമായി ഉറപ്പിച്ചു, മനസ്സ് ഈ ഫുൾ സ്വരൂപത്തെ ഏകദേശം നമ്മുടെ മനസ്സിൽ മുഴുവനായിട്ട് കാണാൻ സാധിക്കുന്നു എന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ, അതത്ര എളുപ്പമല്ല. ഫുള്ളായിട്ട് ഭഗവാനെ മുടിയടി മുഴുവനായിട്ട് നമ്മുടെ മനസ്സിൽ കാണുക എന്നുള്ളത് ഒരു സ്റ്റേജിലെത്തിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. തുടക്കത്തിലൊന്നും പറ്റില്ല. പൂർണ്ണാവയവ സംയുതനായ ഭഗവാന്റെ സ്വരൂപത്തിൽ മനസ്സ് ദൃഢമായി ഉറപ്പിച്ചു എന്ന് കണ്ടാൽ, ചിന്താശീലനായ സാധകൻ പൂർണ്ണ സ്വരൂപത്തിൽ നിന്ന് മനസ്സിനെ വേർപെടുത്തി ഓരോരോ അവയവത്തിലായി പ്രത്യേകം ഉറപ്പിച്ച് നിർത്തണം. ഏതെങ്കിലും ഒരു അവയവത്തെ ധ്യാനിച്ചുറപ്പിക്കുന്ന നേരത്ത് മനസ്സ് മറ്റൊരവയവത്തിലേക്ക് ചലിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ ചെലുത്തി ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരേ ഒരവയവത്തിൽ മാത്രമായി ഉറപ്പിക്കണം. വീണ്ടും ആ മനസ്സിനെ സൂക്ഷ്മമാക്കാനുള്ള പ്രയത്നം തുടരുകയാണ്. ആദ്യം മനസ്സിനെ നമ്മൾ ഈ ഒരു സ്പാൻ, ഏകദേശമാണ്, കൃത്യമല്ല, ഒരു സ്പാനിൽ ഭഗവാന്റെ അടിമുടിയുള്ള രൂപം, ചിലർ ഇത്രയായിരിക്കും, ചിലർ ഇത്രയായിരിക്കും, ഏതായാലും ഒരു സ്പാൻ ഓഫ് ലെങ്ത് ആണ് നമ്മൾ കാണുക. അത് കഴിഞ്ഞാൽ അത് ഏകദേശമേ കാണുള്ളൂ. കൃത്യമായിട്ട് ഓരോന്നും അങ്ങനെ കാണുകയല്ല. അങ്ങനെ കാണാൻ നമുക്ക് തുടക്കത്തിൽ കഴിയുകയില്ല. പക്ഷെ നമ്മളൊരാളെ കണ്ടു എന്ന് പറയില്ലേ, അപ്പോൾ ആളെ മുഴുവനായിട്ടും നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ കൃത്യമായിട്ട് മുഴുവനായിട്ട് നമ്മൾ കാണുന്നുമില്ല. ഒരു ഏകദേശമാണ് മുഴുവനായിട്ടും കാണുന്നത്. അങ്ങനെ ഏകദേശം മുഴുവനായിട്ടും നമ്മുടെ മനസ്സിൽ ഭഗവാനെ നമുക്ക് കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ്, അപ്പോൾ ഇത് ഓരോ സ്റ്റേജാണ്. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, അങ്ങനെ ഓരോ സ്റ്റേജാണ്. പ്രോഗ്രസീവാണ് ഈ മെഡിറ്റേഷൻ. അങ്ങനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ, ദൃഢമായി ഉറപ്പിച്ചു എന്ന് കണ്ടാൽ, ചിന്താശീലനായ സാധകൻ, ബുദ്ധി ഉപയോഗിക്കുന്ന ആളായിരിക്കണം സാധകൻ. അപ്പം മനസ്സും ബുദ്ധിയും കൂടെ അവിടെ യോജിക്കണം. മനസ്സ് മാത്രം പോരാ, ബുദ്ധിയും വേണം. അതുകൊണ്ടാണ് ചിന്താശീലൻ എന്ന് പറഞ്ഞത്. ഇനി എന്താ ചെയ്യേണ്ടത്? അത് ചിന്ത ഉള്ള ആളെ ചോദിക്കുകയുള്ളൂ. അപ്പം ചിന്താശീലനായ സാധകൻ പൂർണ്ണ സ്വരൂപത്തിൽ നിന്ന് മനസ്സിനെ വേർപെടുത്തി ഓരോ അവയവത്തിലായി പ്രത്യേകം ഉറപ്പിച്ച് നിർത്തണം. ഓരോ അവയവത്തിലായി, കാല്, മുട്ട്, അരക്കെട്ട്, വയറ്, നെഞ്ച്, കൈകൾ, മുഖം, കഴുത്ത്, മുഖം, കാതുകൾ, അങ്ങനെ ഓരോ അവയവങ്ങളിലായി പ്രത്യേകം ഉറപ്പിച്ച് നിർത്തണം. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു അവയവത്തിൽ ധ്യാനിച്ചുറപ്പിക്കുന്ന നേരത്ത് മനസ്സ് മറ്റൊരവയവത്തിലേക്ക് ചലിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ ചെലുത്തി ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരേ അവയവത്തിൽ മാത്രമായി ഉറപ്പിക്കണം. നമ്മൾ പാതാരവിന്ദങ്ങളെയാണ് ധ്യാനിക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് തോന്നും മുട്ടുകളൊന്നും നോക്കിയാലോ എന്ന്. നോക്കരുത്. മനസ്സ് വീണ്ടും ചിലപ്പോൾ മുട്ടുകളിലേക്ക് നമ്മുടെ മനസ്സറിയാതെ പോയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. അവിടെ നിന്ന് മനസ്സിനെ പിൻവലിച്ച് കാലിൽ കൊണ്ടുവരിക, പാദങ്ങളിൽ കൊണ്ടുവരിക. ചിലപ്പോൾ നമുക്ക് തോന്നും ഒന്ന് ശംഖും ചക്രമൊക്കെ ഒന്ന് കണ്ടാൽ കൊള്ളാൻ തോന്നും. ചിലപ്പോൾ മനസ്സ് നമ്മളറിയാതെ അങ്ങോട്ട് പോയിക്കോട്ടെ, കുഴപ്പമില്ല, തിരിച്ച് പാതാരവിന്ദങ്ങളിലേക്ക് കൊണ്ടുവരിക. അപ്പം ഒരേ സ്ഥലത്ത് മനസ്സിനെ സൂക്ഷ്മമാക്കുകയാണത്. ഒരേ സ്ഥലത്തേക്ക് വീണ്ടും കേന്ദ്രീകരിച്ച് കൊണ്ടുവരണം. ഒരേ ഒരു അവയവത്തിൽ മാത്രമായി ഉറപ്പിക്കണം. വ്യതിചലിക്കാതെ നമ്മൾ പാദപത്മങ്ങളെ ധ്യാനിക്കുന്നെങ്കിൽ
പാദപത്മങ്ങളിൽ മാത്രം മനസ്സ് നിൽക്കണം. കാൽമുട്ടുകളെയാണ് ധ്യാനിക്കുന്നതെങ്കിൽ കാൽമുട്ടുകളിൽ മാത്രം മനസ്സ് നിൽക്കണം. അരക്കെട്ടിനെയാണ് ധ്യാനിക്കുന്നതെങ്കിൽ അരക്കെട്ട് മാത്രം മനസ്സിൽ നിൽക്കണം. വക്ഷസ്ഥലത്തെയാണ് ധ്യാനിക്കുന്നതെങ്കിൽ വക്ഷസ്ഥലം മാത്രം. മുഖമാണ് ധ്യാനിക്കുന്നതെങ്കിൽ മുഖം മാത്രം നമ്മുടെ മനസ്സിൽ നിൽക്കണം. ഈ ധ്യാനം തന്നെ ഇനിയും വിസ്തരിച്ച് 11ാമത്തെ സ്കന്ധത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ ഉദ്ധവർക്ക് പറഞ്ഞു കൊടുക്കും. ആദ്യമേ തന്നെ ഇനി ഭഗവാൻ തുടരുകയാണ്, ഒരേ ഒരു അവയവത്തിൽ മാത്രമായി ഉറപ്പിക്കണം. ആദ്യമേ തന്നെ ഭഗവാന്റെ ചരണാരവിന്ദത്തെ ധ്യാനിക്കണം. ഇവിടെ പാദാദി കേശാന്തമാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യമേ തന്നെ ഭഗവാന്റെ ചരണാരവിന്ദം പാദപങ്കജങ്ങളെ ധ്യാനിക്കണം. ആ പാദപത്മത്തിൽ രേഖകളുടെ രൂപത്തിലുള്ള വജ്രം, അങ്കുശം, ധ്വജം, സരസിജം, താമര എന്നീ അടയാളങ്ങളെ ഓരോന്നോരോന്നായി ധ്യാനിക്കണം. വിഷ്ണുപാദം എന്ന് പറയുന്ന ഒരു ചിത്രം കണ്ടിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ ലക്ഷ്മീപാദവും ഉണ്ട്. അതുപോലെ വിഷ്ണുവിൻ്റെ കാലടിയാണത്. അതിൽ ഉള്ള അടയാളങ്ങളാണ് വജ്രം, അങ്കുശം, ധ്വജം, താമര. ഇതൊക്കെ ആ പാദപത്മത്തിലുള്ള അടയാളങ്ങളാണ്. അപ്പോൾ ആ പാദപത്മത്തിൽ രേഖകളുടെ രൂപത്തിലുള്ള വജ്രം, അങ്കുശം, ധ്വജം, സരസിജം എന്നീ അടയാളങ്ങളെ ഓരോന്നോരോന്നായി ധ്യാനിക്കണം. അവിടുത്തെ പാദപത്മത്തിലുള്ള വജ്രരേഖ സാധകം ചെയ്യുന്നയാളിൻ്റെ ജന്മാന്തരങ്ങളിലായിട്ട് ആർജിച്ച പാപത്തിൻ്റെ പർവ്വതത്തെ ഖണ്ഡിക്കും. ഭഗവാന്റെ കാലിൽ വജ്രം, അങ്കുശം, ധ്വജം, കൊടി അടയാളം, താമര, ഇതൊക്കെ രേഖകൾ, കാലിലെ കൈരേഖകൾ പോലെ കാലിന് രേഖകളുണ്ട്. ആ രേഖകൾ കൊണ്ട് ഉള്ളതായിട്ട് നമുക്ക് തോന്നിപ്പിക്കുന്നതാണ് ഈ വജ്രം, അങ്കുശം തുടങ്ങിയവ. അപ്പോൾ അതിലെ ഓരോന്നോരോന്നായിട്ട് ധ്യാനിക്കണം. അതിൽ വജ്രത്തിൻ്റെ കാര്യം പറയുകയാണ്. അവിടുത്തെ പാദപത്മത്തിലുള്ള വജ്രരേഖ, ഭഗവാന്റെ കാലിലുള്ള പാദപത്മത്തിലുള്ള വജ്രരേഖ സാധകം ചെയ്യുന്നയാളിൻ്റെ, ഈ ധ്യാനിക്കുന്ന ആളിൻ്റെ ജന്മാന്തരങ്ങളിലായിട്ട് ആർജിച്ച പാപത്തിൻ്റെ പർവ്വതത്തെ ഖണ്ഡിക്കും. അത് ധ്യാന വിഷയമാക്കിയാൽ പാപ പർവ്വതങ്ങൾ പിളർന്നില്ലാതെയാകും. പാപം ഈശ്വരനിൽ നിന്ന് അകറ്റുന്നത്, ഈശ്വരനോടുള്ള അകൽച്ച ഇല്ലാണ്ടാക്കും. മനസ്സാകുന്ന മദയാനയെ അങ്കുശരേഖ ആകർഷിക്കും. ആ ഓരോന്നിനെയും ധ്യാനിച്ചാലുള്ള ഫലം ഈ പറയണത്. വജ്രത്തെ ധ്യാനിച്ചാൽ, പാദപത്മത്തിലുള്ള വജ്രത്തെ ധ്യാനിച്ചാൽ പാപത്തിൻ്റെ പർവ്വതം ഖണ്ഡിക്കും. മനസ്സാകുന്ന മദയാനയെ അങ്കുശരേഖ ആകർഷിക്കും. അങ്കുശം തോട്ടിയാണ്. അപ്പം ആ അങ്കുശരേഖ മനസ്സാകുന്ന മദയാനയെ ആകർഷിക്കും. അത് താപത്രയങ്ങളെയും ഉന്മൂലനം ചെയ്യും. ആധ്യാത്മികം, ആധി ദൈവികം, ആധി ബൗദ്ധികം, ഈ 3 ആധികളെയും അത് ഇല്ലാതാക്കും. താപത്രയങ്ങളെയും ഉന്മൂലനം ചെയ്യും. ധ്വജരേഖ, കൊടിയടയാളം, സുഖത്തെ പ്രദാനം ചെയ്യും. താമരപ്പൂവിൻ്റെ ആകൃതിയിലുള്ള രേഖയെ സങ്കല്പിച്ചുകൊണ്ട് പാദത്തിലെ അടയാളങ്ങളെ മുഴുവൻ ധ്യാനിക്കണം. ഉയർന്നു നിൽക്കുന്നതും അരുണവർണ്ണത്തോടു കൂടിയതുമായ നഖാവലിയിൽ നിന്നും പുറപ്പെടുന്ന ചന്ദ്രികാശോഭയിൽ സാധകന്റെ ഹൃദയത്തിലുള്ള അജ്ഞാനാന്ധകാരം അലിഞ്ഞു പോകുന്നതായി സങ്കല്പിച്ചുകൊണ്ട് പാദചിഹ്നങ്ങളെ ഓരോന്നായി ധ്യാനിക്കണം. വിഷ്ണുപാദം ഉപയോഗിക്കുന്നത് ഈ ധ്യാനത്തിനാണ്. അപ്പം ഇതിൽ ഓരോന്നും ധ്യാനിക്കണം, ഓരോന്നും ശരിക്കും കാണാൻ സാധിക്കണം. അങ്കുശം കാണാൻ സാധിക്കണം, ധ്വജം കാണാൻ സാധിക്കണം, വജ്രം കാണാൻ സാധിക്കണം, താമരപ്പൂ കാണാൻ സാധിക്കണം. അങ്ങനെ ഇത് ഓരോന്നോരോന്നായിട്ടും ധ്യാനിക്കണം. ഉയർന്നു നിൽക്കുന്നതും അരുണ വർണ്ണത്തോടു കൂടിയതുമായ നഖാവലിയിൽ നിന്നും ഭഗവാന്റെ കാൽനഖങ്ങളെ ധ്യാനിക്കണം. അപ്പം അതിൽ ഒരു ഇളം ചുവന്ന പ്രകാശം നമുക്ക് കാണാൻ സാധിക്കും. നഖത്തിൽ അങ്ങനെ ഒരു ഇളം ചുവപ്പുണ്ട്, ഒരു ഇളം അരുണ നിറം. ആ അരുണ വർണ്ണത്തോടു കൂടിയതുമായ നഖാവലിയിൽ നിന്നും പുറപ്പെടുന്ന ചന്ദ്രികാശോഭയിൽ, അതിൽ നിന്ന് പ്രകാശം, ഭഗവാൻ പ്രകാശ സ്വരൂപനാണ്. അപ്പോൾ ആ നഖാവലികളിൽ നിന്ന്, നഖങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പ്രകാശം പുറപ്പെടും. അത് ചന്ദ്രിക പോലത്തെ പ്രകാശമാണ്. ചന്ദ്രികാശോഭയിൽ സാധകന്റെ ഹൃദയത്തിലുള്ള അജ്ഞാനാന്ധകാരം
അലിഞ്ഞു പോകുന്നതായി സങ്കല്പിച്ചുകൊണ്ട് പാദചിഹ്നങ്ങളെ ഓരോന്നോരോന്നായി ധ്യാനിക്കണം. ഈ പാദപത്മങ്ങളെ ധ്യാനിക്കുമ്പോൾ ഭഗവാന്റെ നഖരാശികളിൽ നിന്നു പുറപ്പെടുന്ന ചന്ദ്രിക മനസ്സിൻ്റെ മുക്കിനും മൂലയെയും പ്രകാശമയമാക്കി അജ്ഞാനാന്ധകാരത്തെ ഇല്ലാതാക്കുന്നതായിട്ട് ധ്യാനിക്കണം. ഒരു വിളക്ക് കൊളുത്തി വെച്ചാൽ ഇരുട്ട് ക്രമേണ ഇല്ലാതാവുകയല്ല ചെയ്യുക, ഇരുട്ട് ഇല്ലാതെയാവുകയാണ് ചെയ്യുക. അതേപോലെ ഭഗവാന്റെ പാദപത്മങ്ങളെ ധ്യാന വിഷയമാക്കുന്ന മാത്രയിൽ തന്നെ മനസ്സിലുള്ള അജ്ഞാനാന്ധകാരം ഇല്ലാതെയാകും. ഏതൊരു ഭഗവാന്റെ കാൽ കഴുകിയ ജലത്തിൽ നിന്നുദ്ഭവിച്ച ശ്രേഷ്ഠ നദിയായ ഗംഗാതീർത്ഥത്തെ ശിരസിൽ ധരിച്ച ഭഗവാൻ ശ്രീ മഹാദേവൻ താൻ കൃതാർത്ഥനായെന്ന് സ്വയം വിചാരിച്ചുവോ, ധ്യാനനിരതനായ ഭക്തന്റെ മനസ്സിലുള്ള മാലിന്യങ്ങളുടെ പർവ്വത രൂപത്തിലുള്ള കൂമ്പാരത്തെ നിശേഷം പിളർന്നു നശിപ്പിക്കുന്ന വജ്രായുധ രൂപത്തിലുള്ള രേഖയാൽ ഏതൊരു ഭഗവാന്റെ പാദാരവിന്ദമാണോ പ്രശോഭിക്കുന്നത് അതിനെ തന്നെ സാധകം ചെയ്യുന്നയാൾ ചിരകാലം ധ്യാനിക്കണം. കുറേ നാൾ അത് തന്നെ ധ്യാനിക്കണം. അതുകൊണ്ടാണ് നാരായണീയത്തിൽ യോഗികൾ ഭഗവാന്റെ പാദപത്മങ്ങളെ ധ്യാനിക്കും എന്ന് പറയുന്നത്. ഈ പാദപത്മങ്ങളെ വിശേഷിപ്പിക്കുന്നതാണ്. ഏതൊരു ഭഗവാന്റെ കാൽ ഹരിപദ വാസിനിയാണ് ഗംഗ. ഭഗവാന്റെ കാൽ തഴുകിയാണ്, അത് കാല് കഴുകുന്നത് പോലെ തന്നെയാണ്, കാല് തഴുകിയാണ് ഗംഗ ആവിർഭവിക്കുന്നത്. ഹരിപദ വാസിനിയാണ് ഗംഗ. അപ്പോൾ ഏതൊരു ഭഗവാന്റെ കാൽ കഴുകിയ ജലത്തിൽ നിന്ന് ഉദ്ഭവിച്ച ശ്രേഷ്ഠ നദിയായ ഗംഗാതീർത്ഥത്തെ, ഭഗവാന്റെ കാല് കഴുകിയപ്പോൾ ഉണ്ടായ ജലമാണ് ഗംഗാതീർത്ഥമായി തീർന്നത്. ആ ഗംഗാതീർത്ഥത്തെ ശിരസിൽ ധരിച്ച ഭഗവാൻ ശ്രീ മഹാദേവൻ താൻ കൃതാർത്ഥനായെന്ന് സ്വയം വിചാരിച്ചു. ആ ഭഗവാന്റെ പാദപത്മങ്ങളെയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ആ ഭഗവാന്റെ പാദപത്മങ്ങളെ കഴുകിയ ജലം, അതാണ് ഗംഗാനദി. ആ ഗംഗാനദിയെയാണ് ഭഗവാൻ മഹാദേവൻ ശിരസിൽ ധരിച്ചിരിക്കുന്നത്. അങ്ങനെ ഗംഗാനദിയെ ഭഗവാൻ മഹാദേവൻ ശിരസിൽ ധരിച്ചപ്പോൾ താൻ കൃതാർത്ഥനായി എന്ന് അദ്ദേഹം വിചാരിച്ചു. അങ്ങനെ മഹാദേവനെ കൃതാർത്ഥനാക്കുന്നത് ഹരിയുടെ പാദകമലങ്ങളെ കഴുകിയ ജലമാണ്. ആ പാദകമലങ്ങളെയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഏതൊരു ഭഗവാന്റെ കാൽ കഴുകിയ ജലത്തിൽ നിന്ന് ഉദ്ഭവിച്ച ശ്രേഷ്ഠ നദിയായ ഗംഗാതീർത്ഥത്തെ ശിരസിൽ ധരിച്ച ഭഗവാൻ ശ്രീ മഹാദേവൻ താൻ കൃതാർത്ഥനായെന്ന് സ്വയം വിചാരിച്ചുവോ, ധ്യാനനിരതനായ ഭക്തന്റെ മനസ്സിലുള്ള മാലിന്യങ്ങളുടെ പർവ്വത രൂപത്തിലുള്ള കൂമ്പാരത്തെ നിശേഷം പിളർന്നു നശിപ്പിക്കുന്ന വജ്രായുധ രൂപത്തിലുള്ള രേഖയാൽ ഏതൊരു ഭഗവാന്റെ പാദാരവിന്ദമാണോ പ്രശോഭിക്കുന്നത് അതിനെ തന്നെ സാധകം ചെയ്യുന്നയാൾ ചിരകാലം ധ്യാനിക്കണം. അപ്പോൾ പാദാരവിന്ദത്തിൽ ഈ വജ്രം ധ്യാനിക്കാൻ കണ്ടു. വജ്രം ഈ മലകളെ പിളർക്കത്തക്ക വിധത്തിൽ ശക്തിയുള്ളതാണ്. ഇന്ദ്രൻ കയ്യിലേന്തുന്ന ആയുധമാണ് വജ്രം. വൃത്രാസുരനെ നിഗ്രഹിക്കുന്നത് വജ്രായുധം കൊണ്ടാണ്. ഇപ്പം ഈ വജ്രത്തിന് എത്ര കഠിനമായ പർവ്വതത്തെയും പിളർക്കാൻ സാധിക്കും. അപ്പം ധ്യാനിക്കുന്ന ഭക്തരുടെ പാപകൂമ്പാരമാകുന്ന പർവ്വതത്തെ അനായാസേന പിളർന്നില്ലാതെയാക്കാൻ കഴിയുന്ന വജ്രായുധ മുദ്രയോടുകൂടിയ ഇടമാണ് ഭഗവാന്റെ പാദാരവിന്ദം. ആ പാദാരവിന്ദത്തെയാണ് ധ്യാനിക്കുന്നത്. ഭക്തന്റെ മനസ്സിലുള്ള, ധ്യാനനിരതനായ ഭക്തന്റെ മനസ്സിലുള്ള, വെറും ഭക്തന്റെ എന്നല്ല പറഞ്ഞത്, ഭക്തന്റെ മനസ്സിലുള്ളതെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അങ്ങനെയല്ല പറഞ്ഞത്, ധ്യാനനിരതനായ ഭക്തന്റെ. അതുകൊണ്ട് ഭക്തൻ ധ്യാനനിരതനായിരിക്കണം. ഇതെല്ലാം ആവശ്യമാണ്. ഭക്തിയും ആവശ്യമാണ്, ധ്യാനവും ആവശ്യമാണ്. ധ്യാനത്തെ പരിപോഷിപ്പിക്കുന്നതാണ് ഭക്തി, ഭക്തിയെ പരിപോഷിപ്പിക്കുന്നതാണ് ധ്യാനം. ഇതൊന്നും ഇല്ലാതെ വെറും ഭക്തി കൊണ്ട് മാത്രമോ വെറും ശുഷ്കമായ ധ്യാനം കൊണ്ട് മാത്രമോ സാധിക്കുകയില്ല. അങ്ങനെ സാധിക്കുകയില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത് പലതും ശരിയാണ് എന്ന് സമർത്ഥിക്കാൻ വല്ലാതെ പാടുപെടുന്നത്. ഇതൊക്കെ ചെയ്താൽ അനുഭവം ഉണ്ടാകുമെങ്കിൽ ഇത് ശരിയാണ് എന്ന് സമർത്ഥിക്കാൻ പാടുപെടേണ്ടതായിട്ടില്ല, ചെയ്തു നോക്കിയാൽ പോരെ.
അപ്പോൾ ഇവിടെ ചെയ്തു നോക്കുന്നതിന് പകരം ഓരോരുത്തരും അവരവരുടെ രീതികൾ ശരിയാണ് എന്ന് എല്ലാവരെയും അടിച്ചേൽപ്പിക്കാൻ, അങ്ങനെ അടിച്ചേൽപ്പിക്കുന്നതിന് മറ്റൊരു കാരണവും കൂടിയുണ്ട്. എല്ലാവരും ഞാൻ പറയുന്നത് ശരിയാണ് എന്ന് അംഗീകരിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് ശരിയായിരിക്കുമെന്ന് എനിക്കും വിശ്വസിക്കാമല്ലോ. അങ്ങനെ സ്വയം വിശ്വസിക്കുവാനും കൂടിയാണ് ഈ ബാക്കിയുള്ളവരിലേക്ക് തൻ്റെ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. സ്വയം വിശ്വാസമില്ലാത്തവർ, അവർ പറയുന്ന കാര്യങ്ങളിൽ സ്വയം വിശ്വാസമില്ലാത്തവർ ആണ് അത് മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിക്കുവാൻ, മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. നമുക്ക് ഉറപ്പാണ് നമ്മൾ പറയുന്നത് എങ്കിൽ ആരംഗീകരിച്ചാൽ എന്താ, അംഗീകരിച്ചില്ലെങ്കിൽ എന്താ? നമുക്കത്ര ഉറപ്പൊന്നുമില്ലാത്തത് കൊണ്ടാണ് മറ്റുള്ളവരെ കൊണ്ട് നമ്മൾ അംഗീകരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ മറ്റുള്ളവരെല്ലാം അംഗീകരിച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെല്ലാം അംഗീകരിച്ചല്ലോ, അപ്പോൾ അത് ശരിയായിരിക്കണം, അപ്പോൾ നമുക്കും ഉറപ്പിക്കാം. അപ്പം അതുകൊണ്ട് ഇതെല്ലാം പരസ്പര പോഷകങ്ങളായിട്ടുള്ള ഘടകങ്ങളാണ്. ഇതൊന്നുമില്ലാതെ ഏതെങ്കിലും ഒന്നുകൊണ്ട് മാത്രം ഇത് സാധ്യമാവുകയില്ല. ഭക്തി കൊണ്ട് മാത്രം സാധ്യമാവുകയില്ല. കാരണം അങ്ങനെ സാധ്യമായ ഒരാളെയും ഞാനും നിങ്ങളും കണ്ടിട്ടില്ല. എത്ര കാലമായി നമ്മളിവിടെ ചുറ്റിത്തിരിയുന്നു, ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഇതോ ഭക്തർ എന്ന് അവകാശപ്പെടുന്നവർ, ധ്യാനിക്കുന്നവർ എന്ന് അവകാശപ്പെടുന്നവർ, വേറെ ഒന്നുമില്ല, ഞങ്ങൾ ധ്യാനം മാത്രമേ ഉള്ളൂ, ഞങ്ങൾ ഭക്തൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെ അവകാശപ്പെടുന്നവർക്ക് അവകാശങ്ങളല്ലാതെ ശരിക്കും എന്തെങ്കിലും അനുഭവങ്ങൾ ഉള്ളതായിട്ട് അവർ പറയുമായിരിക്കാം. അത് നമുക്ക് നിഷേധിക്കാൻ സാധിക്കില്ല. പക്ഷെ നമുക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ നമുക്ക് തോന്നിയിരുന്നു എന്ന് വിചാരിക്കുക, വലിയ ന്യായീകരണങ്ങളുടെ ആവശ്യമൊന്നുമില്ല. എല്ലാവരും ആ വഴിയെ തന്നെ സഞ്ചരിക്കും, അതിന് സംശയമൊന്നും വേണ്ട. അപ്പം അതുകൊണ്ട് ഇവിടെ ഈ ധ്യാനം, ഭക്തി, ജ്ഞാനം ഇതൊക്കെ പരസ്പര പോഷകങ്ങളും പൂരകങ്ങളുമാണ്. ഇതെല്ലാം ആവശ്യം തന്നെയാണ്. അപ്പം ധ്യാനനിരതനായ ഭക്തൻ്റെ മനസ്സിലുള്ള മാലിന്യങ്ങളുടെ പർവ്വത രൂപത്തിലുള്ള കൂമ്പാരത്തെ നിശേഷം പിളർന്ന് നശിപ്പിക്കുന്ന വജ്രായുധ രൂപത്തിലുള്ള രേഖയാൽ ഏതൊരു ഭഗവാന്റെ പാദാരവിന്ദമാണോ പ്രശോഭിക്കുന്നത് അതിനെ തന്നെ സാധകം ചെയ്യുന്നയാൾ ചിരകാലം ധ്യാനിക്കണം. അപ്പം ആദ്യം ഈ മുഴുവൻ രൂപത്തെ ധ്യാനിക്കണം, പിന്നീട് ഓരോ അവയവങ്ങളെ ധ്യാനിക്കണം. അതിലാദ്യം പാദപത്മങ്ങളിൽ തുടങ്ങാം എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ തുടങ്ങിക്കൊള്ളണമെന്നൊന്നുമില്ല. താഴെ നിന്ന് മുകളിലോട്ട് തുടങ്ങിക്കൊള്ളണമെന്ന് നിയമമൊന്നുമില്ല. മുകളിൽ നിന്ന് താഴോട്ട് നോക്കാം. പക്ഷേ ഇവിടെ താഴെ നിന്ന് മുകളിലോട്ടാണ് തുടങ്ങുന്നത്. അപ്പം ആ പാദപത്മങ്ങളെ ഒന്ന് ഏകദേശം പരിചയപ്പെടുത്തി. ഇതിനെ വിശദമായിട്ട് ഈ പാദപത്മത്തെ ധ്യാനിക്കാൻ സഹായിക്കുന്നതാണ് വിഷ്ണുപാദം. അതിൻ്റെ ചിത്രങ്ങളൊക്കെ നമുക്ക് ഇൻ്റർനെറ്റിൽ ലഭ്യമാണ്, വാങ്ങിക്കാനും കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് നമുക്ക് കണ്ട് ഇതേപോലെ ധ്യാന വിഷയമാക്കാം. എത്ര കാലം ധ്യാനിക്കണം? ചിരകാലം ധ്യാനിക്കണം. കുറേ കാലം അത് മാത്രമായിട്ട് ധ്യാനിക്കണം. അപ്പോൾ ഇത് നമുക്ക് കുറേ കാലം ഇത് ചെയ്തു കഴിഞ്ഞാൽ, ചിലപ്പോൾ കുറച്ച് കാലം ചെയ്തു കഴിഞ്ഞാൽ, ഇത് ഒരു അവയവം മാത്രമായിട്ട് കുറച്ച് കാലം ചെയ്താൽ നമുക്ക് ചിലപ്പം ഒരു ബോറടിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? അങ്ങനെ വന്നാൽ മുഴുവൻ രൂപത്തെയും ഇടയ്ക്ക് ധ്യാന വിഷയമാക്കണം. അപ്പോൾ ഇടയ്ക്ക് മുഴുവൻ രൂപം നമുക്ക് ഏകദേശം ധ്യാനിക്കാൻ സാധിച്ചതിന് ശേഷമാണല്ലോ നമ്മൾ ഒരവയവത്തിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു അവയവത്തിൽ കുറച്ച് കാലം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മടുപ്പുണ്ടാവുകയാണെങ്കിൽ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ മുഴുവൻ രൂപത്തിലേക്കും പോവുക, പിന്നീട് തിരിച്ച് കാലിലേക്ക് മാത്രം വരിക, പിന്നീട് തിരിച്ച് മുഴുവൻ രൂപത്തിലേക്കും വരിക. അങ്ങനെ പാദപങ്കജങ്ങളും മുഴുവൻ രൂപവും ഓൾട്ടർനേറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ മനസ്സിന് വലിയ ബോറടി ഒന്നും കൂടാതെ ഭഗവാനെ മാത്രമായിട്ട് ധ്യാനിക്കാൻ സാധിക്കും. അങ്ങനെ മനസ്സ് വളരെ സൂക്ഷ്മമായി കൊണ്ടേയിരിക്കും. അതിനാണ് ഈ കുറേ കാലം ചിരകാലാഭ്യാസം വേണം എന്നാണ്. ഒരുപാട് ദിവസങ്ങൾ എന്ന് മാത്രമല്ല അതിനർത്ഥം, ഒരുപാട് നേരം എന്നും അതിനർത്ഥമുണ്ട്. അപ്പോൾ ഒരു ദിവസം തന്നെ പല നേരങ്ങളിൽ ഈ ധ്യാനം അഭ്യസിക്കണം. ഒരേ സമയത്ത് കൂടുതൽ നേരം ഇരിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലാണ് ഈ പല നേരങ്ങളിൽ അഭ്യസിക്കേണ്ടത്. അങ്ങനെ പല നേരങ്ങളിൽ ഒരു ദിവസം അഭ്യസിക്കണം, പല ദിവസങ്ങൾ അഭ്യസിക്കണം.